നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അത് വളരെ വിശദമായിട്ട് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിനുശേഷം ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം അവതരിപ്പിച്ചു വരികയാണ്. ദശാകാലം, അതിനനുസരിച്ചുള്ള ഫലങ്ങൾ, കൂടാതെ ദോഷപരിഹാരങ്ങൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അശ്വതി മുതൽ ചതയം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായിട്ട് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭൂമി ഇടപാടുകളിൽ നിന്നൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ആശ്വാസം ഉണ്ടാകുന്ന വർഷമാണ്. ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി ഉന്നമനം കൈവരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വീട്ടുകാരിൽ നിന്ന് അംഗീകാരവും വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിക്ഷേപങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതാണ്. ഉന്നത സ്ഥാനീയരുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും അനുകൂലമായിട്ടുള്ള വർഷമാണ്. എല്ലാ രംഗത്തും നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ഇല്ലാതാകുന്ന വർഷമാണ്. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് അപഗ്രഥിച്ചു നോക്കാം. ആദ്യത്തെ ദശാകാലം വ്യാഴദശയാണ്. വ്യാഴദശ ആകെ 16 വർഷമാണ്. ഏകദേശം പകുതി എന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 27 വയസ്സ് വരെ വ്യാഴദശ ഉണ്ടാകും. അതിനുശേഷം ഏകദേശം 46 വയസ്സ് വരെ ശനിദശാകാലം. ശനിദശാകാലം പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമല്ല. അതുകൊണ്ട് തന്നെ ശനിദശാകാലമുള്ളവർ നിത്യം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, വഴിപാടുകളെ ചെയ്യുക, മന്ത്രങ്ങൾ ജപിക്കുക. അതിനുശേഷം ഏകദേശം 63 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധദശാകാലം പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 70 വയസ്സ് വരെ കേതുർദശയാണ്. കേതുർദശ ഉള്ള പൂരിട്ടാതി നക്ഷത്രക്കാർ ഗണപതി പ്രീതി വരുത്തേണ്ടതാണ്. 2025 ദോഷശമനത്തിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി പൂരിട്ടാതി നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഭജിക്കേണ്ടത്. ഷഷ്ടിവ്രതം എടുക്കുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല സമർപ്പിക്കുക, കുമാരസൂക്ത അർച്ചന നടത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. എല്ലാ പൂരിട്ടാതി നക്ഷത്രക്കാർക്കും 2025 വളരെ നല്ലൊരു സമയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.